ലക്കി ഭാസ്കർ എന്ന സിനിമ, ദുൽഖർ നായകനായ ലക്കി ഭാസ്കർ സിനിമ കണ്ടിട്ട് പണം സമ്പാദിക്കാം, ഒളിച്ചോടിപ്പോയി പണം സമ്പാദിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഞെട്ടിക്കാമെന്ന് വിചാരിച്ച് വിശാഖപട്ടണത്തെ സെയിന്റ് ആന്റണി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ വിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കുട്ടികളെ കണ്ടെത്താൻ നെട്ടോട്ടം ഓടുകയാണ് ഇപ്പോൾ വിശാഖപട്ടണം പോലീസ്. KB ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗമാരക്കാർക്കാണ് സാധാരണ സിനിമ കാണുമ്പോൾ ഇത്തരത്തിൽ റിയാലിറ്റി എന്താണ്, സിനിമ എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് പലപ്പോഴും നമ്മുടെ കൗമാരക്കാർക്കാണ്. ഈ കുട്ടികൾക്കുള്ള അന്വേഷണം പുരോഗമിക്കുകയാണോ? എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ കുട്ടികളെ കുറിച്ച്? സന്ധ്യ, ഈ സിനിമ എന്നുള്ളത് വല്ലാതെ ആളുകളെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ പലപ്പോഴും നമ്മൾ അതെല്ലാം ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നിരവധി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് ദൃശ്യം സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ദൃശ്യത്തിലെ ആ കൊലപാതക രീതി അനുകരിച്ചുകൊണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ നാട്ടിലൊക്കെ നടന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നേരത്തെ സന്ധ്യ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികളിൽ ഈ സിനിമ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവം. അതായത് ലക്കി ഭാസ്കർ സിനിമ കണ്ട് അതിലെ നായകൻ പണക്കാരനായ പോലെ തങ്ങൾക്കും എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് വന്നത്. ഏതായാലും കേവലം 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, 13 വയസ്സ് മാത്രമാണ് പ്രായം. ഈ കുട്ടികളാണ് ഇന്നലെ ഈ വിശാഖപട്ടണത്തെ സെൻറ്റ് ആൻ്റണീസ് സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ സ്കൂളിലെ ഹോസ്റ്റലിൽ നിന്ന് മതിൽ ചാടി രക്ഷപ്പെട്ട് പോകുന്നത്. ഏതായാലും ഈ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെ കാണാതായതോടുകൂടിയാണ് ഹോസ്റ്റൽ വാർഡൻ അന്വേഷിക്കുന്നത്. അപ്പോൾ മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞു, കുട്ടികളിങ്ങനെ ലക്കി ഭാസ്കർ സിനിമ കണ്ട് അതിൽ ആകർഷ്ടരായി, ഞങ്ങളിനി പണവും സ്വന്തമായി വീടും കാറും ഒക്കെ ആയിട്ടേ മടങ്ങി വരൂ എന്ന് കുട്ടികളോട്, സഹപാഠികളോട്, കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്ന് മറ്റു കുട്ടികൾ പറഞ്ഞു. ഇങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. മാതാപിതാക്കൾ ഉടൻ തന്നെ വിശാഖപട്ടണം പോലീസിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇന്നലെ മുതൽ തന്നെ അന്വേഷിക്കുകയാണ്. പ്രത്യേക ടീമൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആ കുട്ടികളെ കണ്ടെത്താനായില്ലേ. കേവലം 13 വയസ്സ് മാത്രമുള്ള കുട്ടികളാണ്. ഏത് വഴിക്ക് വേണമെങ്കിൽ തിരിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതിലൊരു കുട്ടി 12,000 അത് തന്നെയാണ്. എന്തായാലും ഒരു അപകടവും ഉണ്ടാവാതെ ആ കുട്ടികൾ വേഗം തിരിച്ചെത്തട്ടെ അല്ലേ? അതുപോലെ